എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രാഗിലേട്ടന് വേണ്ടി ഞാൻ ഫ്ലിപ്കാർട്ടിൽ കുറച്ച് നാളായിട്ട് ഷൂ ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. രാഗിലേട്ടനാണ് അത് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ രാഗിലേട്ടൻ അത് എടുക്കത്തൊന്നുമില്ല, ഇങ്ങനെ നോക്കൽ മാത്രമേ ഉള്ളൂ. മേടിക്കണമെന്നൊക്കെ ഉണ്ട്, പിന്നെ പൈസയുടെ ഒക്കെ ഇതൊക്കെ വെച്ചിട്ട് രാഗിലേട്ടൻ എടുക്കത്തില്ല. ഞങ്ങൾക്ക് വേണ്ടി മാത്രമേ എന്തുവാണെങ്കിലും പൈസ നോക്കാതെ അങ്ങ് വാങ്ങിത്തരും. രാഗിലേട്ടന് വേണ്ടി അങ്ങനെ സാധനമൊന്നും അങ്ങനെ വാങ്ങാറില്ല. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുമായിരുന്നു എനിക്ക് എന്തെങ്കിലും പൈസ ഒപ്പിച്ചിട്ട് രാഗിലേട്ടന് വേണ്ടി അത് വാങ്ങിക്കൊടുക്കണം. കുറച്ച് പൈസയൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് രാഗിലേട്ടൻ തരുന്നതും പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയും അച്ഛനൊക്കെ തരുന്ന പൈസയൊക്കെ വെച്ചിട്ട് രാഗിലേട്ടനൊരു ഷൂ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഓർഡർ ചെയ്ത കാര്യം പോലും രാഗിലേട്ടൻ അറിഞ്ഞിട്ടില്ല. അപ്പം ഇന്നലെ വന്ന ഓർഡറാണ്, ഇത് ഇന്നലെ കിട്ടിയതാണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ ഡെലിവറി ബോയ് ഇന്നലെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ രാഗിലേട്ടനുള്ളതുകൊണ്ട് ഞാനത് മേടിക്കാൻ തന്നെ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. അത് പിന്നെ മേടിച്ചിട്ട് ഞാനൊരു കസിൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ച് എന്നിട്ട് ഇപ്പോൾ പോയി എടുത്തുകൊണ്ട് വന്നതാണ്. ഇത് പിന്നത്തെ ദിവസം കേട്ടോ, ഇന്നലെയാണ് വന്നത്. ഇന്നാണ് ഞാനത് കസിൻ്റെ വീട്ടിൽ പോയി എടുത്തത്. അപ്പോൾ രാഗിലേട്ടനെ പറഞ്ഞു വിട്ടിട്ട് വേണ്ടി അതൊക്കെ എടുത്തുകൊണ്ട് വരാൻ. അപ്പോൾ രാഗിലേട്ടനെ പറഞ്ഞ കടയിൽ വിട്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ എടുത്തുകൊണ്ട് വന്ന്. അപ്പോൾ ഇനി രാഗിലേട്ടന് കുറേ ആഗ്രഹിച്ചൊരു ഷൂ ഉണ്ട്. എന്നാലും രാഗിലേട്ടൻ ഇത് കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി നോക്കിക്കൊണ്ടിരിക്കുക, എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന കാണാം. പിന്നെ ഈ പൈസയുടെ കാര്യമൊക്കെ വെച്ച് രാഗിലേട്ടൻ അങ്ങ് മടിക്കുമായിരുന്നു. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ ചോദിച്ചപ്പോൾ എല്ലാം പറയാം ഇപ്പോൾ വേണ്ട, നാളെ പിന്നെ മേടിക്കാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒഴിഞ്ഞു മാറും. അപ്പോൾ എൻ്റെ കുറച്ച് പൈസ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ അച്ഛൻ്റെ അവിടെ വീട്ടിലൊക്കെ പോയപ്പോൾ അച്ഛനൊക്കെ തന്ന പൈസ വെച്ചിട്ട് ഞാനൊന്ന് ഓർഡർ ചെയ്ത്. അതെന്തായാലും അറിഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് വരുമ്പോൾ രാഗിലേട്ടൻ ഇത് കൊടുത്ത് നോക്കാം. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതാണ് ഓർഡർ ചെയ്ത സാധനം. ഇതുണ്ട്, ഇത് കാണുമ്പോൾ തന്നെ രാഗിലേട്ടന് മനസ്സിലാവും. അപ്പോൾ നമുക്കിതൊന്ന് പൊളിച്ച് കളയണം. പറിച്ച് കളയാനാണ് എൻ്റെ കയ്യിൽ ക്യാമറ പിടിക്കാൻ സത്യം പറഞ്ഞാൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഇത് പറിച്ച് നമുക്ക് കളയാം, അല്ലെങ്കിൽ രാഗിലേട്ടന് മനസ്സിലാവും. അപ്പം ഞാനത് പറിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഞാനവിടെ പറിച്ച് കളഞ്ഞിട്ട് കുറച്ച് കീറിപ്പോയി ഞാൻ പറിച്ച് വന്നപ്പോഴത്തേക്കും. സാരമില്ല, എന്തായാലും തിരിച്ച് വെച്ച് ഞാൻ കൊടുക്കത്തുള്ളൂ എന്തായാലും അത് പറിക്കാൻ. അപ്പോഴത്തേക്കും ഞാനിത് ഓർഡർ ചെയ്തത് എൻ്റെ ഫോണിൽ നിന്നല്ല കേട്ടോ, ഇത് ശരത്തിൻ്റെ ഫോണിൽ നിന്ന് ഓർഡർ ചെയ്തത്. രാഗിലേട്ടൻ എൻ്റെ ഫോൺ എന്തായാലും എടുക്കുമെന്ന് എനിക്കറിയാം, കാരണം വീഡിയോസും കാര്യങ്ങളൊക്കെ എൻ്റെ ഫോണിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് രാഗിലേട്ടൻ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ എങ്ങാനും ആ മെസ്സേജൊക്കെ ഇങ്ങനെ വരത്തില്ലേ, അതുകൊണ്ട് ഞാൻ ശരത്തിൻ്റെ ഫോണിൽ നിന്നാണ് ഇത് ഓർഡർ ചെയ്തത്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. രാഗിലേട്ടൻ കടയിൽ പോയിട്ട് എപ്പോൾ വരുമോ എന്തോ, വരട്ടെ, വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. രാഗിലേട്ടൻ വരുന്നുണ്ട് കേട്ടോ, എന്താകും എന്തോ വരുന്നുണ്ട്. മേടിച്ചില്ല രാഗിലേട്ടൻ വന്നു കേട്ടോ. അതൊക്കെ ഉണ്ട്, വാ. എല്ലാം കിട്ടിയോ? കൈ കഴുകിയിട്ട് വാ. രാഗിലേട്ടൻ കൈ കഴുകിയിട്ട് വരട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് പറയാം. അപ്പം ഗെയ്സ്, രാഗിലേട്ടൻ കൈ കഴുകാൻ പോയി, കടയിൽ പോയിട്ട് വന്നേ. അപ്പം ഒന്ന് കൈ കഴുകിയിട്ട് വരാൻ പറഞ്ഞ് വിട്ടിട്ടുണ്ട്. പുറകിലിരിപ്പുണ്ടോ, അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ല, ഇളങ്ങ് പോയി. അപ്പോൾ വരട്ടെ, വന്നിട്ട് കൊടുക്കാം. വേഗം വാ. കൈ കഴുകാൻ തൊണ്ടൊക്കെ തുടങ്ങിയാൽ പിന്നെ നിർത്തത്തില്ല. എന്താകുമോ എന്തോ, എന്നെ പിടിച്ചിട്ട് ഇടിക്കുമോയെന്നോ എനിക്ക് സംശയം. ചോദിക്കാതെ ഓർഡർ ചെയ്ത് വരട്ടിയാല് രാവോ എന്തോ നോക്കാം. എന്തായാലും പണിയൊന്നും അല്ല, ഇങ്ങോട്ട് വാ. അപ്പോൾ നമുക്കത് കൊടുക്കാം ഗൈസ്. അപ്പം നമുക്കതൊന്ന് കൊടുത്തേക്കാം. പ്രാങ്കിനൊന്നും അല്ല, നോക്കാദ്യം അത്. രാലിനകത്ത് ഓർന്ന് നോക്കില്ല, വലിച്ച് കുറച്ച് കളയും. എനിക്കൊരു ഷൂ ഓർഡർ ചെയ്തായിരുന്നു. കൊള്ളാമെന്ന് നോക്കിയാലോ, എനിക്ക് വേണ്ടിയിട്ടാ. ഒരെണ്ണം കൂടി എനിക്കിട്ടെന്ന് വിചാരിച്ച്. എങ്ങനെയുണ്ട്? ഞാനെങ്കിൽ ഇട്ട് നോക്കട്ടെ. എന്റെ രാലിന് വേണ്ടി വാങ്ങിയതാ പൊട്ടാ. അല്ല, എനിക്ക് ഷൂ ഇല്ലേ? രാലിന് മറ്റേ ഷൂ മൊത്തം പോയി കിടക്കുമല്ലോ. രാലിന് വേണ്ടി വിശ്വസിച്ചില്ലേ? ഒന്ന് പോരല്ല, രാലിന് വേണ്ടി വാങ്ങിയതാന്ന്. ഗേസ് വിശ്വസിക്കുന്നില്ല ഗേസ്. എനിക്ക് ഓൾറെഡി ഒരെണ്ണം ഉണ്ട്. ഇതിൻ്റെ തന്നെ സിൽവറിൻ്റെ ഒരു ഈ ഭാഗത്ത്
ഗോൾഡൻ കളർ അല്ലേ ചേട്ടാ? സിൽവർ അല്ലല്ലോ, ഗോൾഡൻ കളറിലെ ഒരു ഷൂ എനിക്കുണ്ട്. രാഗലേട്ടന് വേണ്ടി വാങ്ങിയതാ. എനിക്ക് വയ്യ. ഇട്ട് നോക്ക്, എങ്ങനെയുണ്ട് ഷൂ? സാധനം കൊള്ളാം, ഞാൻ നോക്കുന്ന മോഡൽ തന്നെയാണല്ലോ. അതാ രാഗലേട്ടന് വേണ്ടി വാങ്ങിയത്. അയ്യോ എനിക്ക് വയ്യ. ശരത്തിനൊന്നും അല്ല. പിന്നെ ശരത്തിന് കാണിക്കുന്ന എന്തിനാ? അവൻ്റെ ഒരു ആവശ്യത്തിന് ഷൂ ഉണ്ട്. രാഗലേട്ടന് ഒരെണ്ണമല്ലേ ഉള്ളായിരുന്നു. അതാ ഞാൻ ഒരെണ്ണം കൂടെ വാങ്ങിയത്. അതാണെങ്കിൽ പോയി കിടക്കുമായിരുന്നു. എന്നാലും നീ എന്തായാലും വാങ്ങാൻ ചാൻസ് ഇല്ല. നിന്റെ പൈസ ഒന്നും ഇല്ല. ഞാൻ പൈസ ഒന്നും തന്നിട്ടില്ലായിരുന്നല്ലോ, പിന്നെ എവിടുന്നാ നിനക്ക് പൈസ? അതൊക്കെ വാങ്ങി രാഗലേട്ടന് ഇട്ട് നോക്കിയാൽ ഇട്ട് കാണിച്ചു കൊടുക്കും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ. പിന്നെ ശരത്തിന് വാങ്ങിയിട്ട് രാഗലേട്ടന് തരുന്നത് എന്തിനാ ഞാനിത്? നീ എന്നെ കളിപ്പിക്കാൻ വേണ്ടി ചിലപ്പോ ചെയ്താണെങ്കിലും എന്റെ രാഗലേട്ടൻ അല്ലെന്ന് രാഗലേട്ടൻ ഇതുവരെ വിശ്വസിച്ചില്ല കേട്ടോ ഗേസ്. എന്നാ ചെയ്യാൻ? ഇത് കണ്ടോ ഗേസ്, ഈ തടി കണ്ടോ? ഇത് എനിക്ക് ഇരിക്കാൻ വേണ്ടി രാഗലേട്ടൻ അടിച്ചു തന്നെ, ഇവിടെ സെറ്റാക്കി തന്നെ. കയറുമോ ദൈവമേ? എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ സൈസിനൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. രാഗലേട്ടനോട് ചോദിക്കാതെ നമ്മൾ ഓർഡർ ചെയ്തല്ലേ, അപ്പോൾ എനിക്കൊരു പേടിയുണ്ട്. കറക്റ്റാണ് ചേട്ടാ? ആണോ? സത്യം പറഞ്ഞാൽ സൈസ് കറക്റ്റായിട്ട് ഈ ഷൂവിൻ്റെ ഒക്കെ സൈസ് എനിക്ക് അറിയത്തില്ലായിരുന്നേ. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കുറേ നാളായിരുന്നു ഷൂ വാങ്ങിയിട്ട്. 2 എണ്ണം ഇട്ട് ചേട്ടാ, നല്ല ഭംഗിയുണ്ടല്ലേ? ലൂസാണോ? അത് സാരമില്ല, സോക്സ് ഒക്കെ ഇടുമ്പോഴത്തേക്കും കറക്റ്റാകും. പാറ കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. അവള് ഇങ്ങനെ മേടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നാലും എനിക്കൊരു വിശ്വാസം അങ്ങോട്ട് ഇപ്പോഴും വരുന്നില്ല. അതെന്താണെന്നറിയാവോ? എനിക്ക് ജോലിയൊന്നും ഇല്ലല്ലോ. ഞാൻ രാഗലേട്ടൻ്റെ പൈസ വെച്ച്, രാഗലേട്ടൻ തരുന്ന പൈസ എൻ്റെ കയ്യിൽ ഇരിപ്പുള്ളൂ. അപ്പോൾ രാഗലേട്ടന് അത് വിശ്വാസമില്ല. രാഗലേട്ടൻ തന്നെ പൈസ തന്നെയാണെന്ന് പറയാൻ വേണം. എനിക്കിങ്ങനെ ചിലവിനൊക്കെ തരുന്നത്, ഞാനതൊന്നും എടുക്കാതെ വെച്ചിട്ട് ഇങ്ങനെ കൂട്ടി വെച്ചതാണ്. പിന്നെ അച്ഛനൊക്കെ തന്നത്. രാഗലേട്ടന് അത് സംശയം. രാഗലേട്ടൻ തന്ന പൈസ തന്നെയാണ്, അല്ലാതെ എനിക്ക് ഇവിടുന്ന് പൈസയാ. ഞാനത് കൂട്ടി വെച്ചതാ. ഞാൻ രാഗലേട്ടനെ പ്രാങ്ക് എന്നുകൊണ്ടാണ് രാഗലേട്ടന് ഡൗട്ട് വന്നത്. രാഗലേട്ടന് തന്നെ വാങ്ങിയ സത്യം. രാഗലേട്ടനാണ് സത്യം. വിശ്വസിച്ചോ? അപ്പം രാഗലേട്ടന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്കറിയാമായിരുന്നു ഇഷ്ടപ്പെടുമെന്ന്, കാരണം രാഗലേട്ടൻ നോക്കുന്ന സാധനമാണല്ലോ അത്. അതൊക്കെ എൻ്റെ ഫോണിൽ നോക്കി ഇടുമ്പോഴത്തേക്ക് അതിനകത്ത് ഇങ്ങനെ കിടക്കുമല്ലോ ഫസ്റ്റ് വന്ന് ഇങ്ങനെ ഷൂസിൻ്റെ ഒക്കെ. ഞാൻ നിന്റെ ഫോൺ എപ്പോഴും എടുത്ത് നോക്കുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ കണ്ടില്ലല്ലോ അതിനകത്തൊന്നും നീ ഓർഡർ ചെയ്തായിട്ട് പോലും. അതൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ഫോണിൽ നിന്ന് ഓർഡർ ചെയ്താൽ ആളിന് എന്തായാലും മനസ്സിലാവുന്ന എനിക്കറിയാം. ഞാൻ ശരത്തിൻ്റെ ഫോണിൽ അവനെ വിളിച്ചിട്ട് അവനെ കൊണ്ട് ഓർഡർ ചെയ്തു. ശരത്തിൻ്റെ പറഞ്ഞു പോലും ഇല്ല കാര്യം. ശരത്ത് എങ്ങനെ പറയാനാ? നമ്മളൊരു വീഡിയോ എടുക്കാന്ന് പ്ലാൻ ചെയ്തിട്ടല്ലേ അവനെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചത്. സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ച്. അപ്പം പിന്നെ ഇങ്ങനെ ശരത്ത് പറയും കേട്ടാ. സർപ്രൈസ് എന്തായാലും കൊള്ളാം. ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. എന്നാലും എനിക്കിപ്പോഴും വിശ്വാസമാകുന്നില്ല. എനിക്ക് തന്നെ മേടിച്ച സാധനമാണെന്ന് എനിക്ക് ഇത്ര നേരമായിട്ട് വിശ്വാസമാകുന്നില്ല. എന്തെടുക്കാനാ? ആത്മാർത്ഥമായിട്ടൊരു ഷൂ ഓർഡർ ചെയ്ത് സ്വന്തമായിട്ട് കൊടുത്തിട്ട് വിശ്വാസം വരുന്നില്ല. അത് എന്താ ചെയ്യുക? അല്ല, എനിക്ക് വേണ്ടി ഓർഡർ ചെയ്തത്. സത്യമായിട്ട് വേണ്ടി ഓർഡർ ചെയ്തത്. സത്യം എന്നെ ഇത്ര വിശ്വാസക്കുറവാണ് ഈശ്വര. വിശ്വാസക്കുറവായിട്ടല്ല, നീ സത്യം കിട്ടണം എനിക്ക് മനസ്സിലായി. നീ എന്നെ പിടിച്ച് കള്ള സത്യം കിട്ടത്തില്ലെന്ന് എനിക്കറിയാം. അന്നേരം എനിക്കിപ്പം വിശ്വാസമായി ഗൈസ്. എന്തായാലും ഇവൾ എനിക്ക് തന്നെ വേണ്ടി ഓർഡർ ചെയ്ത സാധനമാണെന്ന് എനിക്ക് മനസ്സിലായി. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. സാധനമൊക്കെ കൊള്ളാം, എനിക്ക് തൃപ്തിയായി. എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല ഗൈസ്. എൻ്റെ മുഖത്ത് അങ്ങനെ ഭാവങ്ങളൊന്നും വരത്തില്ല, ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ടൊന്നും പറയാനില്ല എനിക്ക്. ഞാൻ എന്ത് പറയണമെന്ന് എനിക്ക് തന്നെ അറിയാൻ മേല, അതാ. അപ്പോൾ രാവിലെ ആ ഗിഫ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പം എന്താണ്, ഞാൻ ആദ്യമായിട്ട് രാഗലേട്ടൻ ഇങ്ങനെ അറിയാതൊരു സാധനം വാങ്ങിച്ചു കൊടുക്കുന്ന ആദ്യമായിട്ട് കേട്ടോ, അല്ലേ കേട്ടോ? ഷർട്ടൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അത് രാഗലേട്ടനെ കൊണ്ടുപോയാലും രാഗലേട്ടൻ വാങ്ങാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് രാഗലേട്ടനോട് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുള്ളത്. ഇത് ആദ്യമായിട്ട് രാഗലേട്ടൻ പറയാതെ ശരത്തിൻ്റെ ഫോണിൽ നിന്ന് ഓർഡർ ചെയ്ത് അങ്ങനെ ആയിരുന്നു ആദ്യമായിട്ടാട്ടോ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഇനി എന്താണ്,
ഞങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടരുന്നതാണ് ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.